നീല ടീഷർട്ട് ഇട്ട പോലീസുകാർക്ക് നിർദ്ദേശം നൽകുന്നത് ഏതെങ്കിലും ഡിവൈഎസ്പി ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. പോക്കറ്റിലെ കയ്യിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ സംഭവം മനസ്സിലാകും. 2023 ജൂലൈ മാസം കഞ്ചിക്കോടിനു സമീപം നരകംപള്ളി പാലത്തിൽ വെച്ച് മലപ്പുറം മേലാറ്റൂർ സ്വദേശികളായ അടയ്ക്ക വ്യാപാരികളിൽ നിന്നും 4.5 കോടി കവർന്ന കേസിലെ പ്രധാന പ്രതിയാണ് തൃശൂർ വരന്തരപ്പള്ളി സ്വദേശി സിജോൺ. വലിയ ശരീരമായതുകൊണ്ട് തന്നെ നാട്ടുകാർ ഒട്ടകം എന്നാണ് വിളിക്കുന്നത്. സിജോണിനെ സംഭവ സ്ഥലത്ത് എത്തിച്ച് പോലീസ് തെളിവെടുക്കുന്നതാണ് ദൃശ്യങ്ങളിൽ. നടന്നു പോകുന്നത് കണ്ടാൽ കമ്മീഷണർ സുരേഷ് ഗോപി നടക്കുന്നത് പോലെ ഉണ്ടെന്ന് രോമാഞ്ചം. എപ്പോൾ വന്നു എന്ന് ചോദിച്ചാൽ മതി. ബംഗളൂരിൽ നിന്നും മേലാറ്റൂരിലേക്ക് പോകുമ്പോൾ അടയ്ക്ക വ്യാപാരികൾ വന്ന കാറിന് ഒട്ടകം ടിപ്പർ കൊണ്ട് ചെക്ക് വെച്ചു. പിന്നെ ബാക്കിയുള്ളവർ ചേർന്ന് കാറടക്കം തട്ടിക്കൊണ്ടുപോയി. കാറിൽ ഉണ്ടായിരുന്നവരെ തൃശ്ശൂരിൽ ഉപേക്ഷിച്ചു. പണവുമായി മുങ്ങി. ഈ വർക്കിൽ 25 ലക്ഷം രൂപ ഒട്ടകത്തിന് കിട്ടിയെന്നാണ് പോലീസിന് നൽകിയ മൊഴി. ഒട്ടകം പിന്നെ സത്യം മാത്രമല്ലേ പറയൂ. കഴിഞ്ഞ 1 വർഷമായി ഒട്ടകം ഒളിവിലായിരുന്നു. ചാലക്കുടിയിലുള്ള ഭാര്യ വീട്ടിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് എത്തിയപ്പോൾ ചാലക്കുടി ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ സഹായത്തോടെ കസബ പോലീസ് പിടികൂടുകയായിരുന്നു. പാലക്കാട് നോർത്ത്, വയനാട്, പിന്നെ തമിഴ്നാട് എന്നിവിടങ്ങളിലെല്ലാം ഒട്ടകം ഹൈവേ റോബറി നടത്തിയതിന് കേസുണ്ട്. ഒടുവിൽ ഒട്ടകത്തെ ജയിലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വലിയ ശരീരവുമായി ജയിലിലെ ഭക്ഷണം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് കണ്ടറിയണം.